ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം ഒന്ന് സഞ്ചരിക്കണം. ഞാൻ എവിടെയും പറയാം, നിങ്ങളാരും മസിൽ പിടിച്ചിരിക്കരുത്. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ എനിക്കും സന്തോഷമാണ്. നിങ്ങൾ ചിരിക്കാതിരിക്കുമ്പോൾ എൻ്റെ വിചാരം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നാ. ആദ്യം പ്രസംഗിക്കുന്ന ആളെ ഇഷ്ടപ്പെടണം അല്ലേ? അവിടെ എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഒന്നിരുന്നേ. കൊല്ലംകാരി ചിരിക്കത്തില്ലേ? കൊല്ലംകാരി ചിരിക്കുക. എന്നാൽ ഒന്ന് കൊല്ലംകാരി ചിരിച്ചേ. എല്ലാവരും ഒന്ന് ചിരിച്ച് മസിലൊക്കെ വിട്ട് സന്തോഷത്തോടെ ഇരിക്കണം. കറക്റ്റ് സമയത്ത് മെസ്സേജ് തീരും, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ? അപ്പം ഇവിടെ പറയുന്നു സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ച കുറച്ച് സ്ത്രീകളെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ ഇന്ന് ആ ദേവദാസൻ അതിനെ ഒന്ന് തൊട്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഹല്ലേലൂയ. അതിൽ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അത് ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അരോചകമായി മാറും. എന്നാൽ മറ്റൊരാളെ പാസ്റ്റർ തൊട്ടുപോയി എങ്കിലും ഞാനൊന്ന് പറയാം. ഹല്ലേലൂയ. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ മറക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴാണെന്ന് ഞാൻ പറയാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ, പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അമ്മമാർ പറയുന്നൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പന്മാരും പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ എന്താവും? പ്രശ്നമാവെന്ന് പറയും. പക്ഷേ ഈ പ്രശ്നം അപ്പം നമുക്ക് തോന്നത്തില്ല. പിന്നെ പ്രശ്നമാവുന്ന എപ്പോഴാണെന്നറിയോ? എക്സാമിൻ്റെ തലേന്ന് ഇത് തുറക്കും. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല, എവിടെ നിന്ന് തീർക്കണമെന്നറിയത്തില്ല. അങ്ങനത്തെ ഒരു സമയത്തിൽ കൂടെ നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇരുന്ന് ഓർക്കും, മമ്മി പറഞ്ഞത് കേട്ട് അപ്പം അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ മനസ്സിലുണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നിന്ന ജോലികൾ നാളെ കൊണ്ട് തീർക്കണമെന്ന്. പക്ഷേ എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി, സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. അപ്പം എന്നാ പറ്റും? ജോലി തീരത്തില്ല അല്ലേ? അപ്പം സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് ആ സമയത്ത് നമ്മൾ ചെയ്യാൻ നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് നിങ്ങളോട് പറയാൻ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ ഇനി അധികം സമയമില്ല. അതിനു മുമ്പ് ചെയ്ത് തീർക്കേണ്ടത് പരിജ്ഞാനത്തോടും സുബോധത്തോടും സൂക്ഷ്മതയോടും ചെയ്ത് തീർക്കണം. ഞാനിത് ഈ സമയം ഇല്ലെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, അയ്യോ ഇല്ല സിസ്റ്റർ, ഞാൻ 30-ലാണ് നടക്കുന്നത്, 40-ലോട്ട് കയറിയതേ ഉള്ളൂ, ഇനി ഇഷ്ടം പോലെ ആ സമയം കിടക്കുന്നത്. ഇന്നലെ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ കണ്ട ഒരു കാര്യം, ഞാൻ യാത്രയിൽ ഇങ്ങനെ എൻ്റെ പിതാവുമായിട്ട് സംസാരിക്കാനിടയായി തീർന്നു. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഈ നിര്യാതരായി എന്നുള്ള പത്രത്തിൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ എല്ലാവരുടെയും വയസ്സ് എത്രയായിരുന്നറിയോ? 70, 80 അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അപൂർവമായിട്ട് എവിടെയെങ്കിലും കൂടിപ്പോയത് 40 എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ ചെറുപ്പക്കാരനാണ് മരിച്ചത്. എന്നാൽ ഇന്നത്തെ നിങ്ങൾ പത്രം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80, 70 ഒക്കെ അവിടെ ഇവിടെയുള്ളൂ. എന്നാൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് 20, 14, 25, 30 അല്ലേ? നവവധു മരിച്ചു, നവവരം മരിച്ചു അല്ലേ? ഇങ്ങനെ നമ്മൾ ഒത്തിരി ന്യൂസുകൾ കേൾക്കുന്നു. ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ മുകളിൽ, എൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെയാണെന്നറിയോ? എൻ്റെ ആയുസ്സിൻ്റെ, ഹല്ലേലൂയ, എൻ്റെ വിളിയുടെ ക്ലോക്ക് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. നിന്റെ മുമ്പിൽ സമയമില്ല, നാളെയാകാം, നാളെ ഞാൻ ശരിയാകാം, നാളെ ഇന്ന കാര്യം ക്രമീകരിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സമയം തീരും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പൗലോസ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. ഹല്ലേലൂയ. എല്ലാ സഹോദരിമാരും ഇതൊന്ന് നല്ലതായിട്ട് ചെവി തുറന്ന് കേൾക്കണം കേട്ടോ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഏത് സമയമാ? ഭാര്യ എന്നുള്ള നിലയ്ക്ക് ദൈവം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ ഭർത്താവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പേ മരിച്ചു പോയെന്നിരിക്കാം അല്ലേ? 100 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഉഭയസമ്മതം ചെയ്തപ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഉഭയസമ്മതം ചെയ്തവനുണ്ടോ? അടുത്ത 80 വർഷം ഈ അച്ചാച്ചൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് ആരെങ്കിലും ഉഭയസമ്മതം ചെയ്തോ? ഇല്ല. അവിടെ നമ്മൾ പറയുന്ന ഒരു ഉഭയസമ്മത വാചകം ഉണ്ടെന്നറിയോ? മരണം നമ്മെ വേർപിരിക്കുന്നിടം വരെ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മരിച്ച ഭർത്താക്കന്മാരുള്ളവരുണ്ടല്ലേ? അന്ന് രാത്രി മരിച്ചവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു, വിവാഹം കഴിഞ്ഞ് മടങ്ങിപ്പോകവേ വണ്ടി ഇടിച്ച് മരിച്ചു. വിവാഹത്തിന് ഒരുങ്ങാൻ പോയൊരു കൊച്ചു മരിച്ചു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇതെന്തൊരു കഷ്ടമല്ലേ, എത്രയൊക്കെ സ്വപ്നങ്ങളാണ്. അവർ പോലും നിർണയിക്കാത്ത മരണം അവരെ പിടിച്ചു അടക്കുമ്പോൾ ഹല്ലേലൂയ, അവർക്ക് പലത് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിലർ മരണക്കിടക്കെ കിടക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സിസ്റ്ററെ, അല്പം കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഒരവസരവും കൂടെ ദൈവം തന്നാൽ. അങ്ങനെ പറഞ്ഞവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? കർത്താവേ എന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കണേ, ഒരവസരം കൂടെ തന്നാൽ ഞാൻ നന്നായിട്ട് ഓടാം. അപ്പം ഇതുവരെ ഓടിയത് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നിയതുപോലായിരുന്നു. മരണക്കിടക്കല്ലേ ചിലരൊക്കെ തീരുമാനം എടുക്കുന്നത്. അപ്പം ചില കഷ്ടത ദൈവം അനുവദിക്കുക. എന്തിനാണെന്നറിയോ? ഇനിയുള്ള സമയം പാഴാക്കാതിരിക്കാൻ.
ഞാൻ ദൂത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടെന്ന്. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ഇവിടെ പറയാൻ കാരണം അവിടെ പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമായതുകൊണ്ടാണ്. ദുഷ്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിച്ചതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യം പറയട്ടെ. ഇവിടെ എല്ലാവർക്കും ഫോണുണ്ടല്ലോ അല്ലേ? ഇല്ലേ? എല്ലാവർക്കും ഫോണുണ്ട്. ഫോണില്ലാത്തവരാരും ഇല്ല. ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ഫോണുണ്ട്. ഈ ഫോൺ നമ്മുടെ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. വെറുതെ ഒന്ന് യൂട്യൂബിലെ റീൽസ് നോക്കിയാൽ മതി. ആൻറ്റിമാർ പറയുക, അയ്യോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല മക്കളെ. കൊച്ചുമക്കളോട് ചോദിച്ചാൽ മതി, എന്താ മോനെ യൂട്യൂബിലെ റീൽസ് എന്ന്. അതിങ്ങനെ ഒരു ഷോർട്ടാണ്, അധികം സമയമൊന്നും ഇല്ല കേട്ടോ, 1 മിനിറ്റിന് താഴെ ഉള്ളൂ. അതിങ്ങനെ തോണ്ടി തോണ്ടി പിള്ളേരിരിക്കാൻ നിങ്ങൾക്ക് കാണാം. 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു, ഇങ്ങനെ ഇരിക്കുക. 5 മിനിറ്റിനുള്ളിൽ തീർക്കുമെന്ന് ഓർക്കുന്ന സാധനം തീരുന്നത് എത്ര മണിക്കൂർ കഴിഞ്ഞാണെന്നറിയോ? 1-2 മണിക്കൂർ കഴിഞ്ഞ്. രാത്രിയുടെ യാമങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ ഉണർന്നിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ ഈ കാണുന്നത് പലതും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്ത് ചെയ്യുക? കയറിക്കൂടുക. ഇത് കയറിക്കൂടിയിട്ട് പറ്റുന്നത് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങി, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വരെ മാറ്റം തുടങ്ങി. നേരത്തെയൊക്കെ ആണ്ഡ്രദ്യോഗത്തിന് ചിലർ തീരുമാനം എടുക്കും, കർത്താവ് ഈ വർഷം തൊട്ട് ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം. ചിലർ ഡയറ്റിൻ്റെ തീരുമാനം എടുക്കും. എന്നാൽ ഇതൊക്കെ തെറ്റിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഡയറ്റ് എടുക്കാൻ തീരുമാനമെടുത്ത ഒരാൾ ജാനുവരി 1-ാം തീയതി തീരുമാനമെടുത്തു. ഹല്ലേലൂയ, രാവിലെ നല്ല ഡയറ്റിലുള്ള നല്ല ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കും കഴിച്ചു. എന്നാൽ വൈകുന്നേരം ഒന്ന് ക്ഷീണം തീർക്കാൻ ഇരുന്നപ്പോഴാണ് റീൽസിൽ നല്ല മന്തിയും നല്ല ബിരിയാണിയും കണ്ടത്. അപ്പോൾ പറയാം, ഇനി അടുത്ത വർഷം എന്ത് ചെയ്യാം? ഡയറ്റ് തുടങ്ങാം. അങ്ങനെ തീരുമാനം മാറ്റുന്നവരുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത്? ആ ഒരു വർഷത്തെ സമയം പോവുക. ചിലർ പറഞ്ഞില്ല, ഇന്ന് ഞാൻ നന്നാവുന്നില്ല, നാളെ നന്നാവാം. എന്തായാലും ഇത്രയായി, ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ നന്നാവാം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാ, ഇന്നെന്നുള്ളത് നീ നാളേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യങ്ങളും, ഹല്ലേലൂയ, നമ്മുടെ സമയത്തെ വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരു സ്ത്രീയെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ യായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യായേൽ ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ യായേലിനെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. യായേൽ വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു. എനിക്ക് തോന്നുന്നു ബൈബിളിൽ യോദ്ധാക്കന്മാരുണ്ട്, യോദ്ധാവൾ അല്ലേ, യുദ്ധം ചെയ്യുന്നവർ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന അവരൊക്കെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തപ്പോൾ ഹല്ലേലൂയ വിവേകമുള്ള, ഹല്ലേലൂയ, ഞാൻ പറയുന്ന ആത്മീക കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിയാൽ വിവേകമുള്ള, ആത്മമണ്ഡലങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൾ, പ്രാർത്ഥനാ ജീവിതമുള്ളവൾ, ദേശത്തെക്കുറിച്ച് ചിന്തയുള്ളവൾ, തൻ്റെ ജനത്തെക്കുറിച്ച് ചിന്തയുള്ളവൾ, ഹല്ലേലൂയ, അവൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം എവിടെ എന്ത് അനർത്ഥമാണ് വരുന്നെന്ന്. ഹല്ലേലൂയ, ആരോട് ഏത് രീതിയിലാണ് ശത്രു പോരാടുന്നെന്ന്. ഇതേ പോരാട്ടമുണ്ടെന്ന് മനസ്സിലാക്കിയ യായേൽ, ഹല്ലേലൂയ, അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ 20 വർഷമായിട്ട് അടക്കി വെച്ച ഒരു, ഹല്ലേലൂയ, ഒരു ദേശാധിപതി ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, അവരുടെ സേനാധിപതിയുടെ പേരാ സീസറ. ഹല്ലേലൂയ, അവന് 900 പകരം എന്തുണ്ട്? രഥങ്ങളുണ്ട്, ഇരുമ്പ് രഥം. ഒന്നോർത്തെ, ഇത്രയും ആയുധ ബലമുള്ള, ഇത്രയും വലിയ ശക്തിയുള്ള സീസറ എന്ന് പറയുന്ന ഒരാൾ. ബാക്കി എല്ലാ യോദ്ധാക്കളെയും നമ്മൾ ബൈബിളിൽ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ യുദ്ധത്തിന് പോയി ഫൈറ്റ് ചെയ്ത് യുദ്ധം നേടി വന്നല്ലേ. ശിംശോനൊക്കെ ആണെങ്കിൽ പച്ച കഴുതത്താടിയെടുത്ത് എന്ത് ചെയ്തു? കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് കൊന്നപ്പോൾ ഇവിടെ ദാണ്ട് ഒരു ആയുധവും ഇല്ലാത്ത ഒരു യായേൽ നിൽക്കുകയാ. ഈ യായേൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചവളാ. അതായത് അവക്കൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അവൾക്ക് കിട്ടേണ്ട അരുളപ്പാട് പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് അവളോട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ചില മാതാക്കളോട് പറയുക, നിന്റെ തലമുറയ്ക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുന്ന ചില സീസറയുടെ ശക്തികളുണ്ട്. നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന ചില സീസറയുടെ ശക്തികളുണ്ട്. ഇന്ന് പലപ്പോഴും പലരും അതിനെ ഹല്ലേലൂയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം എനിക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പലരും ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് പറയുന്നവരാ. ഇന്ന് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുക, നിങ്ങൾ സിസ്റ്ററെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ചെയ്യുമ്പോൾ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 2 പ്രാർത്ഥനാ വിഷയം. 1, കുടുംബജീവിതത്തിൽ പ്രശ്നമാണ് സിസ്റ്റർ, ഡൈവോഴ്സിന് ഒരുങ്ങുക. 2, തലമുറ കൈവിട്ടുപോയി. ഇതാണ് 2 വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, പണ്ടത്തെ അമ്മമാർ എങ്ങനെ ഇത് ജയിച്ചത്? അപ്പം നമ്മൾ പറയും പണ്ടത്തെ അമ്മച്ചിമാർക്ക് കുഴപ്പമില്ല, കാരണം നമ്മളൊക്കെയല്ലേ അവരുടെ മക്കൾ അല്ലേ. അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഫോണില്ലായിരുന്നു. പറ, ഞങ്ങൾക്ക് ഫോണില്ലായിരുന്നു, ഞങ്ങളൊക്കെ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചവരാ. ഞാൻ ചോദിക്കട്ടെ, അതാണോ 100% അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണോ? ആണോ? ചിലരങ്ങനെ ഭയങ്കര പ്രൗഢമായിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ചടക്കത്തിൽ വളർന്നത് കൊണ്ടാണ്.
അച്ചടക്കത്തിൽ വളർന്ന എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? പക്ഷെ അവരുടെ പ്രശ്നം ഇത്, അവർക്ക് എങ്ങനെ ഈ കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ അമ്മച്ചിമാര് എത്രയോ കള്ളുകുടിയോ, നമ്മൾ പറഞ്ഞ കള്ളുകുടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കിട്ടിയവരുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെ ഇത്രയും വർഷം ഡിവോഴ്സ് ഇല്ലാതെ ജീവിച്ചെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി മരിക്കുന്നതിന് വരെ ഞാൻ ഒരു പ്രാവശ്യം അമ്മച്ചിയെ കാണാൻ പോയപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ മോളെ, എൻ്റെ ഹസ്ബൻഡ് 60 വർഷം കള്ളുകുടിയനായിരുന്നു. അപ്പച്ചൻ്റെ വാർദ്ധക്യത്തിൽ അപ്പച്ചൻ കള്ളുകൂടി നിർത്തിയത്. അപ്പം അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ 10 വർഷം പ്രാർത്ഥിച്ചങ്ങ് നിർത്തുമായിരുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് വിടുതൽ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറയാൻ കാരണം, അന്നത്തെ അമ്മച്ചിമാർക്ക് കാത്തിരിക്കാൻ ക്ഷമയുണ്ടായിരുന്നു. അന്നത്തെ അമ്മച്ചിമാർക്ക് പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ ഹല്ലേലൂയ 5 മിനിറ്റ്സിനുള്ളിൽ എല്ലാ കാര്യവും അല്ലെ, മൈക്രോവേവ് കിഡ്സ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ എന്നാ, എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ മൈക്രോവേവ് ഒക്കെ 1 മിനിറ്റ് അല്ലേ, 2 മിനിറ്റിന് നൂഡിൽസ് ഇറങ്ങിയ കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ക്ഷമ എത്ര മിനിറ്റേ ഉള്ളൂ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? മമ്മി വിശക്കുന്നു പറഞ്ഞ ഉടനെ എന്ത് വരണം? ടേബിളിൽ ഫുഡ് വരണം. ഇല്ല, എന്നാ പറ്റുന്നേ? എന്തുവാ ഇത്ര നേരം എടുക്കുന്നതെന്ന് ചോദിക്കും. ഇതുപോലെ നമ്മളും വിശ്വാസികൾ അങ്ങനെയായി തുടങ്ങി. എങ്ങനെയാ? പ്രാർത്ഥിച്ചാൽ 2 മിനിറ്റിനുള്ളിൽ കർത്താവ് എന്ത് ചെയ്തോണം? പറ, മറുപടി തരണം. മറുപടി തന്നില്ലെങ്കിലോ? പറ, എന്തോ നമ്മൾ പറയുന്നത്? കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ചോ? കർത്താവേ നീ എന്നെ തള്ളിക്കളഞ്ഞോ? കർത്താവേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ പാപിയാണോ? എന്നോട് മാത്രം എന്താ കർത്താവേ ഇങ്ങനെ എന്നുള്ള ചോദ്യമാണ് പിന്നെ നമ്മൾ ദൈവസന്നിധി. പ്രാർത്ഥനയല്ല, പിന്നെ ക്വസ്റ്റ്യനിങ്ങാ കർത്താവിന്. എന്നാൽ ബൈബിളിൽ നോക്കിയാലും പഴയ അമ്മച്ചിമാരോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാം. അവർ പറയും, അബ്രഹാം കാത്തിരുന്നത് പോലെ ഞാൻ കാത്തിരുന്നത്, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു, എന്നാൽ അവർക്കൊക്കെ മറുപടി കിട്ടി. കാരണം എന്താണെന്നറിയോ? ക്ഷമയുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ക്ഷമയുണ്ടായിരുന്നു? അവരെ വിളിച്ചിറക്കിയ ദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ആര് വിളിച്ചുവെന്നും ആരുടെ വിളി കേട്ടാ ഇറങ്ങിയെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നത്തെ അമ്മച്ചിമാരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ, നിങ്ങളുടെ ആൺമക്കളെ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയാവോ? നാളെ കുടുംബജീവിതത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കോളേജുകളിൽ പ്രശ്നം വരുമ്പോൾ പരിഹരിക്കണമെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ: മുഴങ്കാലെ മടക്കി പ്രാർത്ഥിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സംസർഗമുള്ള ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. പല രാജ്യങ്ങളിൽ പല കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഹല്ലേലൂയ, മാതാക്കൾ പ്രാർത്ഥിക്കും. ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മമ്മിമാർ ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ ജീവിതത്തിൽ സാക്ഷിയില്ലെന്ന്. ചർച്ചിൽ ഭയങ്കര പ്രാർത്ഥനയാ. ഞാൻ ഒരു ദിവസം ഒരിടത്തൊരു ലേഡീസ് മീറ്റിങ്ങിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫ്രണ്ട് ഇരിക്കുന്ന ആൻറ്റി, എന്നാ പ്രാർത്ഥനയായിരുന്നു. അപ്പം അവിടെ കൊയറി പാടാൻ നിന്ന ആൻറ്റിയുടെ മോളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റിയുടെ മക്കൾ എത്ര ഭാഗ്യവതി, എന്ത് നല്ല. നമ്മൾ പുറമേ നോക്കി വിധിക്കുമല്ലോ അല്ലേ? അപ്പം ഞാൻ അങ്ങനെ വിധിച്ചപ്പോൾ ഈ പറയുന്ന, ഞാൻ അന്നത്തെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ മാനസാന്തരത്തെക്കുറിച്ചും സത്യത്തിൽ എങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു രഹസ്യം പറഞ്ഞു, ഒന്നും തോന്നില്ല. ഞാൻ എന്തുവാ? ഈ പ്രാർത്ഥന ചർച്ച മാത്രമേ ഉള്ളൂ, വീട്ടിൽ വന്ന ഫുൾ ടൈം സീരിയൽ കാഴ്ചയാണ്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ അമ്മച്ചിമാരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. ഭർത്താക്കന്മാർക്കും മക്കൾക്കും അറിയാം സത്യം എന്താ. നമുക്ക് എത്ര മൂടുപട വിട്ട് വെള്ളയിട്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നാലും നമ്മുടെ മക്കളാണ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണത്. ഇന്ന് ആൻറ്റി പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു, ദേവദാസൻ പറഞ്ഞ കാര്യം ചിന്തിപ്പിച്ചു. അനേക വില കൊടുത്ത ദേവദാസിമാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനും ഒരു പാസ്റ്ററുടെ മോളാ. ഹല്ലേലൂയ. എൻ്റെ പപ്പായും മമ്മിയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. എൻ്റെ മമ്മി ഒരു യാക്കോബ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഞങ്ങൾ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളിൽ കൂടെ വളർന്നതാ. ഞങ്ങൾ 4 പെൺപിള്ളാരാ. കേൾക്കാൻ ഇനിയും പരിഹാസം ഒന്നുമില്ല. പാഴ്സനേജുകളിലാണ് വളർന്നത്. ഹല്ലേലൂയ. ഞാൻ പാഴ്സനേജ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഫെയ്ത്ത് ഹോം എന്ന് പറയാനാ. ഇന്നെല്ലാവരും ഹല്ലേലൂയ പാഴ്സനേജുകളാക്കി. എന്നാൽ ശരിക്കും ദൈവദാസന്മാരുടെ വീടിനെ വിളിക്കേണ്ടത് ഫെയ്ത്ത് ഹോമുകളെന്നാ. എന്ന് വെച്ചാൽ വിശ്വാസ ഭവനം. കാരണം എൻ്റെ വീടൊരു വിശ്വാസ ഭവനാന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അടുത്ത നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ പ്രാർത്ഥിച്ചാലേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്നിവിടെ ആൻറ്റി പറഞ്ഞില്ലേ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരൊഴുക്കിയ ഒരു മമ്മിയുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കായിരിക്കും, വീടില്ല, വസ്തുവില്ല, ഹല്ലേലൂയ, കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലാത്തവരായിരുന്നു ഞങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളും. ഇന്ന് ഒരു പെങ്കൊച്ചുണ്ടാകുമ്പോഴേ അപ്പനും അമ്മയ്ക്കും പറഞ്ഞു പറ ആൻറ്റി, സത്യവാ. പെൺപിള്ളേർ, ഞാൻ പലപ്പോഴും ഓർത്തുന്നുണ്ട്, കർത്താവേ, ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന ദൈവദാസന്മാർക്ക് ആൺപിള്ളേരെ
കൊടുക്കാവുള്ളൂ. പെൺപിള്ളേരെ കൊടുക്കരുത്. കാരണം ഒന്നാമത്തെ സഭയുടെ ഭാരം അവർക്കുണ്ട്, ഇല്ല വീട്ടിലെങ്കിലും ഇച്ചിരി ഭാരം കുറച്ചിരിക്കണം. അപ്പം കർത്താവ് പറഞ്ഞു, ഇല്ല മോനെ, എൻ്റെ പപ്പായെ പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ സഹതാപം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും സങ്കടം വരുന്ന എപ്പോഴാണെന്നറിയോ, ഈ പബ്ലിക്കിലോട് ഞങ്ങൾ 4 പെൺപിള്ളേരുമായിട്ട് പപ്പായും മമ്മി ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ, എത്ര മക്കളാ? 4. ആണോ പെണ്ണോ? 4 പെൺപിള്ളേർ. അപ്പോഴത്തേന് ആൻറ്റിമാരുടെ മുഖം അങ്ങ് മാറും. എന്നിട്ടൊരു ചോദ്യമുണ്ട്. ആൻറ്റിമാരാകട്ടോ, അങ്കിളുമാർ നല്ലവരാ, നമ്മളൊക്കെ ഇല്ലേ, നമ്മൾ കമൻറ്റ് പറയുന്നവരല്ലേ, സത്യവാ പറ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് എന്താ അറിയോ, അയ്യോ 4 പെൺപിള്ളാരോ, കഷ്ടമുണ്ട് കേട്ടോ, ഒരാൺകുഞ്ഞില്ലാണ്ടായി പോയല്ലോ പാസ്റ്റർക്ക്. പപ്പ മിണ്ടാതെ സങ്കടപ്പെട്ട് പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുറ്റമല്ലല്ലോ 4 പെൺപിള്ളാരായത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഞങ്ങളുടെ മമ്മി ചിരിച്ചോണ്ട്, നല്ല ചിരിച്ച് നല്ല മുഖത്തോടെ ഇങ്ങോട്ട് വന്നിട്ട്, അതിനെന്താ 4 പെൺപിള്ളാരായാലും എന്താ? അല്ല അമ്മാമ്മേ, വീടും ഇല്ല വസ്തുവും ഇല്ല, നിങ്ങളിങ്ങനെ ഫെയ്ത്തോമി കഴിയും, ഈ 4 പെൺപിള്ളാരെ എങ്ങനെ കെട്ടിച്ചു വിടും? അവരുടെ ചിന്ത, ഞങ്ങൾ കൊച്ചു മക്കളാ, മനസ്സിലാവുന്നത്. കെട്ടിച്ചു വിടുന്നതിനെ കുറിച്ച് അന്ന് ചിന്ത. അന്ന് കെട്ടിച്ചു വിടുന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മമ്മി പറയുന്നൊരു വാക്കുണ്ട്, അവർ 4 പെണ്ണല്ല 4 പൊന്നാണ്. എങ്ങനെ പറയുന്നറിയോ, വളരെ ദൃഢധൈര്യത്തോടെ പറയും, ശരി, എനിക്ക് ദൈവം 4 പെൺപിള്ളാരെയാണ് തന്നത്, എന്നാൽ അവർ ദൈവകൃപയിൽ വളർന്നാൽ 4 പെണ്ണല്ല 4 പൊന്ന. ഫിലിപ്പോസിന്റെ 4 പെൺമക്കളെ പോലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന 4 പോരാളികളാക്കി മമ്മി ഞങ്ങളെ വളർത്തി. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയിലാ. ഹല്ലേലൂയ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കരയുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരു മമ്മി വീട്ടിലുള്ളത് കൊണ്ടാണ്. എല്ലാ പാസ്റ്റർമാരോടും ആൻറ്റിമാരോടും, ഇന്ന് പാസ്റ്റർ അമ്മമ്മമാരെ ഇവിടെ വിളിച്ചിരുത്തി ആദരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഒട്ടും ആദരവ് കിട്ടാത്ത ആൾക്കാരാരാന്നറിയോ? പറ. പാസ്റ്റർമാർ, ആൻറ്റിമാരാ. ഞാനൊരു പാസ്റ്ററുടെ മോളായതുകൊണ്ട് സഭയ്ക്കുള്ളിലും ഫെയ്ത്തോമുകളിലും സെൻറ്ററിലും ഒക്കെ നടക്കുന്ന ആർക്കറിയാം? നമ്മൾ പറയും പാസ്റ്റർമാരുടെ മക്കളെല്ലാം കണ്ടു വളർന്ന കുഞ്ഞുങ്ങളാ, അല്ലേ? ഹല്ലേലൂയ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റർ ആൻറ്റിമാരെ ആദരിക്കാറില്ല. നിങ്ങൾ ആദരിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാവരും ഇരുന്നത്. നിങ്ങളുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. ഇനിയുള്ളവർ കേട്ടെങ്കിലും ഇതിനൊരു മാറ്റം വരണം. ആദരിക്കുന്നതിന് നന്ദി. ഇവിടെ ആദരിക്കാതെ മരിച്ചു കിടന്നിട്ട് അമ്മാമ്മ എങ്ങനെയായിരുന്നു, അമ്മാമ്മ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അമ്മാമ്മ കേൾക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ അവർക്കൊന്ന് കൈ കൊടുത്തിട്ട്, അമ്മാമ്മ ഈ ഒരു വർഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി ആൻറ്റി. ആൻറ്റിയുടെ പ്രാർത്ഥനയെ ഞങ്ങളെ നിർത്തിയത്. കാരണം എനിക്കറിയാം എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും രാത്രിയുടെ യാമങ്ങളിൽ അവർ ഉറങ്ങാതെ, ഹല്ലേലൂയ, സഭയിലെ ഓരോ വിശ്വാസി കുടുംബങ്ങൾക്ക് വേണ്ടി അവരിടിവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ കാണാതെ പോകരുത് കേട്ടോ. അവരെ ഹല്ലേലൂയ ഗമനിക്കാതെ പോകരുത് കേട്ടോ. അവരവരുടെ തലമുറകൾക്ക് വേണ്ടി കരയുന്നത് പോലെ തന്നെ ദൈവമക്കൾക്ക് വേണ്ടി കരയുന്നവരാ. ഹല്ലേലൂയ. ഞാനത് കണ്ടു വളർന്നൊരു കൊച്ചായത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ പപ്പായോടും മമ്മിയോടും പരാതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങളെക്കാൾ ഇഷ്ടം സഭാവിശ്വാസികളെയാണ്. ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, മോൾ എപ്പോഴും മമ്മിയെക്കുറിച്ചാണ് പറഞ്ഞത്, പപ്പായെക്കുറിച്ചൊന്നും. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഈ സമൂഹത്തിൽ ഞാൻ പറയാം, എൻ്റെ പപ്പായെ ഞങ്ങൾക്ക് വീട്ടിൽ കിട്ടിയിട്ടില്ല. വീട്ടിൽ കിട്ടിയാലല്ലേ പപ്പായുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പപ്പായുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ മമ്മിയുടെ കൂടെ. പപ്പ യാത്രകളില്ല, അല്ലെങ്കിൽ മീറ്റിങ്ങുകളില്ല. അപ്പോൾ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ വചനം പറഞ്ഞു തന്നതും വിശ്വാസം പഠിപ്പിച്ചതും ഞങ്ങളുടെ മമ്മിയാ. ഇന്ന് ഞാനിത് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും ഓർക്കണം, നിങ്ങളുടെ കയ്യിൽ അടുത്ത തലമുറയെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ പ്രാർത്ഥനയിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെയാണെന്നറിയോ? വിഷയങ്ങൾ വന്ന് കഴിഞ്ഞ്. എന്നാൽ യേശു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ ഒരു കാര്യമുണ്ട് എനിക്കുണ്ട്. സംഭവിപ്പാനുള്ളതെല്ലാം ഉറക്കപ്പറ ഒഴിഞ്ഞു പോകണം. പിന്നെ പറയുക, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകണം. നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ ഉപവാസവും പ്രാർത്ഥനയും എപ്പോഴാണ് സഭകളിലും അല്ല വ്യക്തി ജീവിതങ്ങളിൽ കുടുംബങ്ങൾ ഉയരുന്നതെന്നറിയാമോ? പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണമെന്ന് ചോദിച്ചാൽ പാസ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം, മക്കളൊക്കെ വീട്ടിൽ ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ജോലി പോയോ? പാസ്റ്ററെ ജോലി പോയി. തോന്നി. കാരണം ഇത്രയും നാൾ നടത്താത്തൊരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ എന്ത് ചെയ്യുന്നു? നടത്തുന്നു. ഇതുവരെ വരാത്ത അമ്മാമ്മ എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഓർത്തോണം, എവിടെയോ തട്ട് കിട്ടിയിട്ടുണ്ട്.
എൻ്റെ മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ഞാൻ ചിന്തിക്കും. യേശുവിനെ മാതൃകയാക്കാനാണ് നമ്മളോട് ദൈവം പറഞ്ഞു. യേശു ചെയ്തൊരു കാര്യമുണ്ട്. എല്ലാ പ്രശ്നം വരുന്നതിന് മുമ്പും യേശു എന്ത് ചെയ്യും? മലയിൽ മാറി വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പ്രശ്നം വരുമ്പോൾ യേശു ചെയ്യുന്നതെന്നറിയോ? പടകിൽ തലയിണ വെച്ച് ആ അത്രയും കൊടുങ്കാറ്റിൽ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ സ്വസ്ഥതയോടെ ഉറങ്ങിയിട്ടുണ്ട്? സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഞാൻ എത്ര നാളായി സമാധാനത്തോടെ ടെൻഷൻ ഇല്ലാതെ ഉറങ്ങിയിട്ടെന്ന്. അങ്ങനെ ഉറക്കമില്ലെങ്കിൽ ഓർത്തോ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. മോളെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചോ. ചിലത് പിശാച് പദ്ധതി ഇടുന്നുണ്ട്. ഇത് ദുഷ്കാലമാ. തലമുറയെ പിടിച്ചുകൊണ്ട് പോകുവാൻ, തലമുറയുടെ നന്മ അപഹരിക്കുവാൻ, നാളെ അപമാനമാക്കി ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. കാരണം അമ്മമാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാ ഉപവാസവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. യായേൽ ഇവിടെ ചെയ്തത് എന്താണെന്നറിയോ? തൻ്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി അവൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ കുറച്ചു നേരം യായേലായിട്ടൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ വീടിനകത്തേക്ക് ദേശത്തെ അടക്കി വാഴുന്ന ഹല്ലേലൂയ ആ ശക്തി കയറി വരികയാ. കയറി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഞാൻ പറയാം. മോഡേൺ യായേലായ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഫോൺ എന്ത് ചെയ്യും? പാസ്റ്ററെ ഒന്ന് വിളിക്കട്ടെ. ജെറാൾഡ് പാസ്റ്റർ അമേരിക്ക മീറ്റിങ്ങിന് പോയേക്കുക. എന്തോ എടുക്കും? പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? 2 ദിവസം എടുക്കും യാത്ര കഴിഞ്ഞ് ഇവിടെ വരാൻ. അയ്യോ, പാസ്റ്റർ ഇല്ല, എന്നൊരു കാര്യം ചെയ്യും, അസിസ്റ്റന്റ് പാസ്റ്ററെ വിളിക്കാം. അല്ലേ, വേണ്ട, പാസ്റ്റർ ആൻറ്റിയെ വിളിക്കാം. പാസ്റ്റർ ആൻറ്റി ശുശ്രൂഷയില്ല. നിങ്ങൾ ആരെ വിളിക്കും? ഉടനെ ലിസ്റ്റ് ചെക്ക് ചെയ്യും, പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടോ എന്ന്. അല്ലേ, പെട്ടെന്ന് വിളിക്കാനുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കും. ആരും ഇല്ലാണ്ടായ നമ്മൾ എന്ത് ചെയ്യും? പറ. നമ്മൾ എന്താ ചെയ്യുന്നെന്ന് പറ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. എങ്ങോട്ട് ഓടും? അടുത്ത വീട്ടിൽ പോവും. എന്തെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷെ ഈ യായേൽ എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾക്കറിയാമല്ലോ. ന്യായാധിപന്മാർ പുസ്തകം നിങ്ങളൊന്ന് വീട്ടിൽ പോയി വായിച്ചാൽ 4 അധ്യായത്തിനകത്ത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവളെല്ലാം ഒരുക്കി വെച്ചതുപോലെ ഇരിക്കുന്നത്, അല്ലേ? പരവതാനി റെഡിയാന്ന്, നീ ഇങ്ങ് കയറി പോന്നാ മതിയെന്ന്. കഴിഞ്ഞ നാളുകളിൽ ഈ പരവതാനിയിൽ അവൾ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ 20 വർഷം ആ ദേശത്തെ അടക്കി ഭരിച്ചതിനെ ഹല്ലേലൂയ നശിപ്പിക്കണമെന്ന് ഹല്ലേലൂയ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചവളായ, പ്രാർത്ഥിച്ചൊരുങ്ങിയവൾക്ക്, പ്രാർത്ഥിച്ചായുധമേറ്റവൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്തുവാ പറഞ്ഞേ? ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ആയുധമായിട്ട് റെഡിയാ. എന്തോ ആയുധം. നമ്മളായിരുന്നു അടുക്കളയിൽ പോയി കത്തി എടുത്തുകൊണ്ട് വന്നേനല്ലേ. ഞാൻ ഓർത്ത്, കർത്താവേ, യായേലിൻ്റെ വീട്ടിൽ കത്തിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ കുറ്റിയൊക്കെ ഉണ്ട്. ഈ കുറ്റി എടുത്ത് ഒരാളെ നെറുകെ തടിക്കാൻ നമ്മൾക്ക് തോന്നുമോ? കൂടാരത്തിൻ്റെ കുറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മൾ മോഡേൺ യായേലിൻ്റെ കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കുറ്റി നിങ്ങൾ എത്ര സഹോദരിമാർ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുറ്റി വലിച്ചൂരി നമുക്ക് എന്ത് ചെയ്യാം? പറ. നമ്മളായിരുന്നു ഇപ്പോൾ മൈക്കിൻ്റെ സ്റ്റാൻഡ് എടുത്തേനെ, അത് കുറച്ചും കൂടി ഇരുമ്പാണല്ലോ, അല്ലേ? നമ്മളിതൊന്നും ചിന്തിക്കരുത്. ഞാൻ മോഡേൺ യായേലുമാരുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ പഴയ യായേലിന്, ന്യായാധിപന്മാർ പുസ്തകത്തിൽ എഴുതിക്കുന്ന യായേലിന് രണ്ടാമത് ചിന്തിക്കണ്ട. അവക്കുള്ളത് വെച്ച് അവിടെ മേലൊന്ന് വ്യാപരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. ഹല്ലേലൂയ. അവൾക്കറിയാം ഇത്രയും നാളും ഒതുക്കി വാണ ഈ ശക്തിയെ ഇനി ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം മോഡേൺ യായേൽസ്. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഉപവസിക്കാൻ പറ്റിയില്ല, പ്രാർത്ഥിക്കാൻ ഞാനൊരു 21 പ്രഖ്യാപിക്കുക കർത്താവേ. ഇപ്പം നമ്മൾ ആൻറ്റി ഇപ്പം തന്നെ 21 ഇരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി. അടുത്ത 21 എന്ന് വെച്ചാൽ എന്താ? ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവസിച്ച്. ഇപ്പം 21 ദിവസം ഈ സീസറ എന്ത് ചെയ്യണം? വീട്ടിൽ കിടക്കുമോ? അങ്ങനെ വീട്ടിൽ വന്നയാൾ അവിടെ ഇരിക്കുമോ? 21 ദിവസം ഞാൻ നിന്റെ ഉപവാസം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. യായേലിനൊരു കാര്യം അറിയാം, അവനെ കൈ കിട്ടിയ ഈ സമയമാണ് തക്ക സമയം. ഇനി ഒരു സമയം കിട്ടിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. എനിക്ക് തേടി പോകേണ്ടി വന്നില്ല, ദാണ്ട് എന്നെ തേടി. ഹല്ലേലൂയ. പ്രവചനത്തിന്റെ ആത്മാവിനാൽ ദെബോര നിറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്, ബറാക്കെ, ഞാൻ ഈ ജയം ഒരു സ്ത്രീക്ക് കൊടുത്തേക്കുവാ. ഇന്ന് എത്ര സ്ത്രീകൾ ഇവിടുന്ന് വചനം കേട്ട് ധൈര്യത്തോടെ പോകും. നീ വെറും സ്ത്രീയാണെന്നോർത്ത് നിന്റെ മേൽ പകർന്ന അഭിഷേകത്തെ ചെറുതായി കാണരുത് കേട്ടോ. ചിലപ്പോൾ ഒരു ദേശത്തിന്റെ ശക്തിയെ ഒതുക്കാനുള്ള അഭിഷേകമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്നത് നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ തുറന്നു പറയുക, പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചെറുതായിട്ട് കാണും. എങ്ങനെയാ കാണുന്നേ?
അയ്യോ എന്നെ കൊണ്ടത് പറ്റുമോ? ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മണി പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം. എല്ലാവരും കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കാം, എന്നാൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക. സാക്ഷി എത്ര പറഞ്ഞാലും തീരത്തില്ല, എത്ര വട്ടം അത് റിപ്പീറ്റ് ചെയ്താലും തീരത്തില്ല. കാരണം ഓരോ വട്ടം അത് പറയുമ്പോഴും ആത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയാ. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും ചെറുതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? പാട്ട് പാടി അവസാനം 4 വരി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കൈയടിക്കണം, അന്യഭാഷ പറയണം. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കുന്നവരുണ്ടോ? വീട്ടിൽ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവർ എത്ര പേരുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് അന്യഭാഷയെ മാത്രം പ്രാർത്ഥിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? 2 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, അന്യഭാഷയിൽ മാത്രം തുടർന്ന് പ്രാർത്ഥിക്കുന്നവർ. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു പാസ്റ്ററുടെ മോളായിട്ട് ജനിച്ചു വളർന്നു. 10 വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതാ. 12 വയസ്സുള്ളപ്പോൾ ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞതാ. എന്നാൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് വരെ ഞാൻ അന്യഭാഷ പറയുന്നത് എപ്പോഴാണെന്നറിയോ? പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ആരാധിക്കണം. അപ്പം അമ്മയ്ക്ക് നിർബന്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ കൈയടിച്ച് നല്ലോട്ട് ആരാധിക്കും. മനസ്സിലായോ? എന്നാൽ ഈ അന്യഭാഷയുടെ ഗുണം എന്ത് ചെയ്തിട്ടില്ല? പറ, മനസ്സിലായിട്ടില്ല. ഇതിലൊരു ശക്തി ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ സ്വന്തം ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ആ ശക്തി അനുഭവിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇന്ന് തൊട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിടുതൽ വരുന്നത് കാണാം. ഞാനൊരു അനുഭവ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുക. 2023 ഡിസംബർ മാസത്തിൽ 6-ാം തീയതി ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത് കുടുംബമായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് അന്ന് വന്ന് വീട്ടിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് നേരത്തെ ജോലിക്ക് പോകണം, ഇന്ന് നേരത്തെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കിടക്കണം. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു മോളുണ്ട്. ഹല്ലേലൂയ. അവൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്നതേ ഉള്ളൂ. അവർ ഞങ്ങളുടെ ചർച്ചിലാണ് വരുന്നത്. അപ്പം ഈ മോളെ ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് നേടാൻ കർത്താവ് കൃപ തന്നു. അവളെ വചനം പഠിപ്പിക്കുന്ന ഞാനാണ്. അപ്പോൾ അവൾക്ക് എപ്പോഴൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അവൾ ഓടി വന്നിട്ട് എന്നോട് പറയും, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചേച്ചിയോട് ഇന്ന് 2 ദിവസം നിൽക്കുവാന്ന് പറയും. ഞാൻ പറഞ്ഞു നിന്നോളാൻ. അപ്പോൾ ഈ ഡിസംബർ 4-ാം തീയതി ഈ മോൾ ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അഭിഷേകത്തെക്കുറിച്ച്. എനിക്ക് അഭിഷേകം പ്രാപിക്കണം, ഞാൻ ചേച്ചിയോട് വന്ന് 2 ദിവസം നിന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോളാൻ. ഇവള് വന്ന് എൻ്റെ കൂടെ 2 ദിവസം നിന്നു, 4-ഉം 5-ഉം. 4-ാം തീയതി നടന്ന കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ കുറവുകൾ പരിശുദ്ധാത്മാവൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണേ, ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് കളയണം, ഇത് കളയണം, അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വചനം വായിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനമൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. എന്നാൽ പുതിയ മനുഷ്യനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ വരേണ്ടത് സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത് എന്താ? കോപം, ക്രോധം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് തന്ന ആലോചന പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ചേച്ചി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തുന്നുണ്ട്, ഞാൻ ഒത്തിരി പേരോട് ക്ഷമ പറയാനുണ്ട്. നിങ്ങൾ ഓർക്കണം, വചനത്തിൻ്റെ പരിവർത്തനമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വരുമ്പോൾ ആദ്യം നടക്കുന്നത് പാപബോധം വരുത്തും. നിങ്ങളെല്ലാവരും ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ ചിലയിടത്ത് പറയാം അവിടെ ഭയങ്കര അഭിഷേകത്തിലുള്ള ആരാധനയാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ പാപികൾ മാനസാന്തരപ്പെടുന്നുണ്ടോ എന്ന്. പുറത്തുനിന്നുള്ള പാപികളുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. സഭയ്ക്കുള്ളിൽ പാപം ഇന്നുണ്ട്. നമ്മളിൽ പാപം ഇല്ലാത്തവരുണ്ടോ? ഇല്ല, നമ്മളിൽ പാപമുണ്ട്. ഞാൻ സാക്ഷ്യം പറയുക, എന്നാൽ നിങ്ങൾ കേൾക്കണം. നമ്മളിൽ പാപമില്ലേ? ഇല്ലെന്ന് പറയല്ലേ? ഉണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ പാപത്തെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയും? വലിയ പാപവും ചെറിയ പാപം. ഈ വലിയ പാപങ്ങളൊക്കെ ആരാ ചെയ്യുന്നേ? സഭയ്ക്ക് പുറത്തുള്ളവർ. ഞങ്ങളോ? ചെറിയ പാപം. നിങ്ങൾ ബൈബിളിൽ നിന്ന് എനിക്കൊരു വാക്യം എടുത്ത് കാണിക്കോ പാസ്റ്റർ? അങ്ങനെ ഒരു വാക്യമുണ്ടോ പാസ്റ്റർ? യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളിൽ ചെറിയ പാപം ചെയ്തവൾ വരട്ടെ? ഇല്ല. പാപം എന്നേ വിളിച്ചിട്ടുള്ളൂ. പാപത്തിന് കാറ്റഗറി ഇല്ല. പക്ഷെ അത് ഉണ്ടാക്കിയ ആൾക്കാരാരാ? നമ്മൾ വെറുതെ അത് ആ സഹോദരൻ്റെ ഒരു ചെറിയ ബലഹീനതയാ. എന്തുവാ നുണ പറയുന്നത്, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സഹോദരിമാർക്ക്, നിങ്ങൾ പിണങ്ങിയാലും കുഴപ്പമില്ല, പറയാനുള്ള ദൂത് പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ചിരിച്ചു കാണുന്നവർക്ക് മുഖം മാറി, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. ഓക്കെ, സഹോദരിമാർക്കുള്ള കുറവ് എവിടാ? ഇപ്പം ഈ വായിച്ച FS ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ എന്തുണ്ടാവരുത്? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്ത. ഈ ചേർച്ചയല്ലാത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്നാ? നമ്മൾ ഇതിനെയൊക്കെ നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. എന്നാൽ ചേർച്ചയല്ലാത്തെന്ന് പറയുന്നതിനകത്തുള്ളതാ ഗോസിപ്പിംഗ്. ഒരാടെ കുറ്റം മറ്റൊരാടെ അടുക്ക പറയുന്നത് എന്തുവാ? ചേർച്ചയല്ല. ആർക്കും ഇഷ്ടമല്ല. എന്നാലും ഞാൻ പറയാം, എല്ലാവരുടെയും ചിരിയൊക്കെ മാറി. എന്നാലും ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ എന്തുണ്ട്? ഏഷണിയുണ്ട്. നമ്മൾ ഗോസിപ്പ് പറയാറുണ്ട്. നമ്മൾ വിശുദ്ധമായിട്ട് അത് പറയുന്നത്.
എങ്ങനാ? പ്രാർത്ഥനാ വിഷയമായിട്ടാ സിസ്റ്ററെ. ഞാൻ അറിഞ്ഞായിരുന്നോ, നമ്മുടെ തൊട്ടപ്പുറത്തെ സഹോദരിയുടെ മോൻ ഇങ്ങനെ ഒരു വീഴ്ച വന്നു കേട്ടോ. പ്രാർത്ഥിക്കാനായിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞാ, ഞാൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യുക? ഇപ്പം എന്നെ വിളിച്ച ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞേ. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളെ എനിക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഞാൻ വിളിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇതങ്ങോട്ട് അകത്തിരുന്നിട്ടൊരു സമാധാനം വരുന്നില്ല. ആരോടെങ്കിലും എനിക്കിതൊന്ന് അങ്ങനെയുള്ള ആത്മാവിതിനകത്തുള്ള ആരെങ്കിലും ഉണ്ട്, ഇന്ന് അതിനെ ശാസിച്ച് മാറ്റി മാനസാന്തരപ്പെട്ടിട്ട് ഇതിനകത്തൊന്ന് പുറത്തു പോവുള്ളൂ. കാരണം ദൈവമക്കളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? ഒരാളുടെ വിഷമം നമ്മളോട് പറഞ്ഞാൽ അത് നമ്മുടെ ചെവിക്കുള്ളിൽ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചന നടക്കുന്നത് സഭയ്ക്കുള്ളിലാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് പറയുക, നമ്മുടെ ചില വിടുതലുകൾക്കും നമ്മുടെ തലമുറയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നാവ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചിലരുടെ തലമുറകളെ നോക്കി കളിയാക്കി പറയുന്ന നാളെ നമ്മുടെ മക്കൾക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ. എൻ്റെ മമ്മി അമ്മച്ചിയൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്ത ഇല വീഴുന്നത് കണ്ട് പച്ചയില എന്ത് ചെയ്യരുത്? ചിരിക്കരുത്. കേട്ടവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? കേട്ടിട്ടില്ലാത്തവർ കേട്ടോ? പഴുത്ത ഇല വീഴുന്ന കണ്ട് പച്ചയില, അർത്ഥം എന്തുവാ? നമ്മുടെ സഭയ്ക്കുള്ളിലും നമ്മുടെ ദേശത്തും നടക്കുന്ന ഒരു വിഷയം നമ്മൾ ചർച്ചാ വിഷയമാക്കി കളിയാക്കി, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വരണമായിരുന്നു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഓർത്തോ, സ്വർഗം ഇത് കേട്ടോണ്ടായിരിക്കുന്നേ. നമ്മുടെ വീട്ടിലുമുണ്ട് തലമുറകൾ, നമ്മുടെ തലമുറയ്ക്കുമുണ്ട് ഒരു ഭാവി. എന്നാൽ ദൈവം അവിടെയാ പറഞ്ഞേ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഇത് പറയുന്നത്. ഞാൻ ഈ മോളോട് ഇതൊക്കെ പറഞ്ഞ മോള് പറഞ്ഞു, ചേച്ചി ഞാൻ ഒത്തിരി പേരെ വിധിച്ചിട്ടുണ്ട് ചേച്ചി, കളിയാക്കിയിട്ടുണ്ട് ചേച്ചി, അവരെയൊക്കെ വിളിച്ച് എനിക്ക് ക്ഷമ പറയണം. പിന്നെ 1 മണിക്കൂർ ശുദ്ധീകരണത്തിൻ്റെ അവൾ വേറെ റൂമിൽ പോരുന്ന് ശുദ്ധീകരണം പ്രാപിക്കുക, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇവളെല്ലാവരെയും വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടൊക്കെ പപ്പായെ വിളിച്ച് ക്ഷമ പറഞ്ഞു, അമ്മയെ വിളിച്ച് ക്ഷമ പറഞ്ഞു, വന്ന് പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരുന്നു. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അതാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ മേലെ അങ്ങോട്ട് മുറിക്കകത്തോട്ട് ഇറങ്ങിയിട്ട് അവൾ അന്യ ഭാഷ ദൈവത്തെ ആരാധിക്കുക, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനും ഒരുമിച്ച് ആരാധിച്ചു. മണിക്കൂറുകൾ നീണ്ടു നിന്ന ആരാധനയായിരുന്നു മുറിക്കുള്ളിൽ. ഹല്ലേലൂയ. അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് അന്നൊരു കാര്യം സംസാരിച്ചായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ അവൾ കണ്ടു എന്ത് ചെയ്യണം, അറിയണം. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് രാത്രിയിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ, നാളെ രാവിലെ എനിക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ കിടക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഈ മോള് വീട്ടിലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്ന് പോകുന്നില്ല, ഇന്നും കൂടെ ഞാൻ ചേച്ചിയുടെ നമുക്ക് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതാ ആത്മാവ് പ്രാപിച്ചവൻ്റെ ഗുണം എന്നറിയോ? പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ഒട്ടനെ ചാടി കൂടി വരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ ആദ്യത്തെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർക്ക് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നുണ്ടോ, ഓ പ്രാർത്ഥിക്കാനാണോ, എന്നാൽ ഞാൻ ജീവനില്ലല്ലോ, മരിച്ചു പോയല്ലോ. ഉറങ്ങുന്നവൻ, അതിൻ്റെ പ്രത്യേകതയാ. ചാവാറായ ശേഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്തുവാ? ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവനാ. അതിൻ്റെ പ്രത്യേകത എന്നാ? മരിച്ചവനോട് ഇന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ വരുമോ? ജീവനുള്ളവൻ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ ജീവനുണ്ടോ എന്ന് ഇന്ന് ചെക്ക് ചെയ്യണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധാത്മാവ് തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഹല്ലേലൂയ. ഈ മോള് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ശരി. ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് ദാനമായി തന്ന 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോക്ക് അന്ന് 4 വയസ്സും ഇളയ ആൾക്ക് 3 വയസ്സും. ഞങ്ങൾ ഇത്രയും പേരും ആ മോളും കൂടെ പ്രാർത്ഥനാ മുറി കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ഈ മോള് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു ഇന്ന് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവളിങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ, മലയാളത്തിലാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയതേ. പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയവൾ. അപ്പം എൻ്റെ ഹസ്ബൻഡ് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കത്തില്ല. അപ്പം മലയാളത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് പുള്ളിക്കാരി ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, അച്ചച്ച ദൈവത്തിന് അച്ചച്ചനെ ഉപയോഗിക്കാൻ പ്ലാനുണ്ട്, 100 പേരുടെ നടുവിൽ അച്ചച്ചൻ വചനവുമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അഭിഷേകം കിട്ടിയതേ ഉള്ളൂ, ദാണ്ട് പ്രവചിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്കറിയാം ഇത് നടക്കാൻ പോകുന്ന പ്രവചനമാണ്. കാരണം ഇത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ അടുത്ത ആൾ പറയുന്നു, ആരാ? പെന്തക്കോസ്തിന്റെ പാരമ്പര്യം ഇല്ല, ഈ ഇടയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നതേ ഉള്ളൂ. തെളിവ് സഹിതം ആ കുഞ്ഞ് ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ജോലിയോടുകൂടെ നിൽക്കുന്ന ഒരാളാ. എൻ്റെ അച്ഛൻ മിനിസ്ട്രിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, എന്നാൽ മിനിസ്ട്രിയുടെ വിളിയുള്ളൊരു കുടുംബത്തിലെ മോനാ. അല്ലെങ്കിൽ എനിക്കറിയാം ആ അപ്പൻ്റെ മേൽ പകർന്ന അതേ അഭിഷേകം അടുത്ത ഇരട്ടി ശക്തിയോടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ വരുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ ഈ ദൂത് കേൾക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ അത് ഏറ്റെടുത്തു. നടന്ന കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ അച്ഛൻ
അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഞാൻ കിച്ചണിലേക്ക് പോന്നു. എൻ്റെ ഹസ്ബൻഡ് വന്ന് ലിവിങ് റൂമിൻ്റെ സോഫായുടെ അടുക്കൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കയ്യിലിരുന്ന തൻ്റെ ഫോൺ, പുത്തൻ ഫോണാണ്, ഫോൺ നിലത്തേക്ക് ഇങ്ങനെ എറിയുന്നത് കണ്ടു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തമാശയൊക്കെ കാണിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഓർത്തു തമാശ കാണിക്കുമായിരിക്കും, പിള്ളേരെ കാണിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഫോൺ എറിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം, പുത്തൻ ഫോണല്ലേ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കുനിഞ്ഞിട്ട് ഈ ഫോൺ എടുക്കാൻ ശ്രമിക്കും. അപ്പം എൻ്റെ മോൻ അടുത്ത് പോയി നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അവനായിട്ട് കളിക്കുമായിരിക്കും എന്നോർത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കുനിയുന്നു, എഴുന്നേക്കുന്നു, കൈ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും താങ്ങുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പതുക്കെ എഴുന്നേക്കുന്ന കണ്ടപ്പോൾ ഇടത്തോട്ടൊരു ചെരിവുണ്ട്. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച, ഈ മുഖം ഈ വശത്തോട്ട് കോടിപ്പോയി. കേൾക്കണേ, ഈ മുഖം ഈ വശത്തോട്ട് കോടിപ്പോയി. ഒരു കൈ താണ്ട് തളർന്നു പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ കാല് വേച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രോക്കാന്ന്. ഞാനൊരു നേഴ്സായിരുന്നേ, അതുകൊണ്ട് എനിക്കിത് സ്ട്രോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. സ്ട്രോക്കാന്ന് മനസ്സിലായി. കാല് വേച്ചു പോയപ്പോൾ ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി പിടിച്ചില്ലെങ്കിൽ വീഴും. അതുകൊണ്ട് എനിക്ക് തന്നെ പിടിക്കാൻ പറ്റില്ല. വലിച്ചോണ്ട് എങ്ങനെയോ വലിച്ചു കൊണ്ടുവന്ന് കാലിൻ്റെ ബലം കുറയുന്നതിന് മുമ്പ് കൊണ്ട് ഡൈനിങ് ടേബിളിലെ ചെയറെ കൊണ്ട് ഇരുത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വശത്തോട്ട് കോടിയിട്ട് ഹല്ലേലൂയ തുപ്പലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സംസാരിക്കാൻ പറ്റുന്നില്ല, വാക്ക് കുഴഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പറയുന്നതൊന്നും തിരിയുന്നില്ല. ഈ സമയം ഞാൻ ഹല്ലേലൂയ ഇതാ പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പ്രാർത്ഥനയിൽ എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ പുതിയ യായാലുമാരാ. ആദ്യം നമ്മൾ എന്തെടുക്കും? ഫോൺ എടുക്കും. അത് തന്നെ, ഹല്ലേലൂയ. ആദ്യം എടുക്കേണ്ടത് ഫോണാണ്. എനിക്ക് പക്ഷേ ഫോൺ എടുക്കാൻ പറ്റുന്നത് കാരണം ഹസ്ബൻഡ് ഇങ്ങനെ പിടിച്ചേ, കാരണം ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലാണെങ്കിലും ചെരിഞ്ഞാ പോകുന്നത്, ഞാൻ കൈവിട്ട താഴെ കിടക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള മോളോട് പറഞ്ഞു, മോളെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുന്ന 911 ഞാൻ പറഞ്ഞു, പെട്ടെന്ന് 911 വിളിക്കാൻ പറഞ്ഞു. നമുക്കറിയാവുന്ന എമർജൻസി നമ്പർ അതാ. ഞാൻ പറഞ്ഞു ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്ന 911 വിളിച്ചു. ഈ മോള് പറയുക, ചേച്ചി കണക്റ്റ് ആവുന്നില്ല. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, കാരണം 911 എത്ര നെറ്റ്വർക്ക് ഇല്ലേലും എന്താവണം, കണക്റ്റ് ആവണം. പക്ഷെ മോളോട് ഞാൻ പറയും, മോള് പറയും ചേച്ചി നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യം, ഡയലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, മറുവശത്ത് റിങ് ഇല്ല, ഒന്നുമില്ല, നിശബ്ദം. ഈ മോളോട് ഞാൻ പറഞ്ഞു ഫോൺ ഓഫ് ആക്കിയിട്ട് വിളിക്കും. ഫോൺ ഓഫ് ആക്കി വിളിച്ചു, പിന്നെയും കാണിക്കാം ഡയലിംഗ്. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, എൻ്റെ ഫോൺ ഒന്ന് എടുത്തതാ. മോൾ എൻ്റെ ഫോൺ എടുത്തു. ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 911 വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ആദ്യം വിളിക്കുന്ന എൻ്റെ മമ്മിയാണ്. കാരണം എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. ഹല്ലേലൂയ. എൻ്റെ മമ്മി ഇന്നും രോഗശാന്തി നിൽക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളെയും പ്രസവിച്ചത് വീട്ടിലാണ് കേട്ടോ. അപകടം വന്നിട്ട് പോലും ഹല്ലേലൂയ ആശുപത്രി പോകാത്തൊരമ്മയുടെ മോളാണ് ഞാൻ. ഇന്നും ഹല്ലേലൂയ മരണത്തെ ജയിച്ച കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ജീവൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു അമ്മയുടെ മോളാ. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നാൽ ആദ്യം മമ്മിയെ വിളിക്കും. മമ്മി പ്രാർത്ഥിക്കാൻ പറയും. മമ്മിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് 4 വട്ടം ഡയൽ ചെയ്തിട്ട് വാട്സപ്പിൽ നിന്ന് കോള് പോകുന്നില്ല. 911 കണക്റ്റ് ആവുന്നില്ല, വാട്സപ്പും കണക്റ്റ് ആവുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓർത്ത് ഹസ്ബൻഡിൻ്റെ ഫോൺ എടുക്കാം. ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്തപ്പോൾ സ്ക്രീൻ ഓൺ ആക്കിയപ്പോൾ എഴുതിയിരിക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. സ്ട്രോക്ക് വന്ന് 8 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഭയാനകം അവസ്ഥ. ഹല്ലേലൂയ. ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ 2 കുഞ്ഞുങ്ങൾ നിൽക്കുക, 4ഉം 3ഉം വയസ്സുള്ളത്. എൻ്റെ ആ ഒരു 5 മിനിറ്റത്തെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അസ്തമിച്ചെന്ന് ഞാൻ ചിന്തിക്കുകയാ. എല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടി 5 മിനിറ്റിനുള്ളിൽ. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ മമ്മിയെ കണക്റ്റ് ആവുന്നില്ല. അച്ഛൻ്റെ ഫോണിൽ ഞങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, എന്നിട്ട് പോലും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ മോള് പറയാം, ചേച്ചി എൻ്റെ ഫോണും വർക്ക് ചെയ്യുന്നില്ല. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, 3 ഫോണും വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ മറ്റെന്തോ പദ്ധതി ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, എനിക്കറിയാം ദൈവമേ ഇനി വഴിയുള്ളൂ. ചില വഴികൾ ദൈവം അടയ്ക്കുന്ന എന്തിനാണെന്നറിയാമോ? നീ എല്ലാ വഴിയും പരാജയപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അപ്പം വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി എന്നറിയാമോ? നിന്റെ ഒരു വിളിക്ക് വേണ്ടി. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മാനുഷികമായതെല്ലാം കഴിയുമ്പോഴാ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമായി ഈ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ തുറന്നു പറയുക നിങ്ങളോട്, ഉള്ളിലുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടോ? ആരെങ്കിലും വെന്റിലേറ്ററെ കിടക്കുമ്പോൾ പുറത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് ഡൗട്ട് അടിച്ചവരില്ലേ ഇതിനകത്ത്? ജീവൻ മടക്കി തരണമെന്ന് പ്രാർത്ഥിക്കണോ, അതോ ദൈവഹിതം നിറവേറണമെന്ന് പ്രാർത്ഥിക്കണോ? ചിലപ്പോൾ വാക്കുപോലും വായിന്ന് വരാത്ത അവസ്ഥകളുണ്ട്. എൻ്റെ ലൈഫിൽ അത് അന്ന് നടന്നു. എനിക്ക് പ്രാർത്ഥിക്കണമെന്നറിയാം, പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുക.
ഇങ്ങനെ ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം, ഒരു കൈ കൊണ്ട് ഹസ്ബൻഡിനെ പിടിച്ചിട്ട് ഒരു കൈ ഞാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം ചോദിച്ചു, കർത്താവേ, ഒറ്റ ഫോണിലും കോള് പോകുന്നില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ രാത്രി 10:30 സമയം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചത്, ഈ രാത്രി ഞാൻ ആരെയാ വിളിക്കേണ്ടത്? ആരാ ഞങ്ങളെ സഹായിക്കാൻ വരുന്നത്? എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ ഓടി വരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതത്തിലെ എനിക്ക് മറക്കാനാവാത്തൊരു രാത്രിയാന്ന്. അതുവരെ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, കർത്താവ് അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് ലിറ്ററലി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ കേട്ടു. ഹല്ലേലൂയ. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ ഈ വലത്തെ വശത്തെ ചെവിയുടെ അടുത്ത് ചൂട് അനുഭവിക്കാൻ തുടങ്ങി. ഈ ചൂടിനകത്തുനിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുക, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തത്, മഹത്വമായത്, അഗോചരമായത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും.